എല്ലാവർക്കും റെസിപ്പി വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു പരിപ്പ് കറിയാണ്. തേങ്ങ അരച്ചിട്ടുള്ളൊരു പരിപ്പ് കറി. അത് ഫ്രൈ ഐറ്റംസിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ വിളമ്പാം, സദ്യയ്ക്ക് വിളമ്പാം, അങ്ങനെയുള്ളൊരു പരിപ്പ് കറി. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ചുമന്ന പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മസൂർ ദാൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഈ പരിപ്പാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അത് ഞാൻ ഇവിടെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഈ ചുമന്ന പരിപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇന്ന പരിപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്ത് പരിപ്പ് അതിലേക്കാക്കി അതിൽ 2.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഉപ്പ് ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് കുറേ അധികം സമയമെടുക്കും. നമുക്ക് ഉപ്പ് അവസാനം അരപ്പെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വിസിൽ സൗണ്ട് വന്ന് കഴിയുമ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കറിൻ്റെ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ചിട്ട് ഈ വിസിൽ സൗണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് 3 വിസിൽ സൗണ്ട് വരുമ്പോഴത്തേക്ക് പരിപ്പ് വെന്ത് കിട്ടും. പരിപ്പ് വേവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാളയാണ്. ഞാൻ ഒരു പകുതി സവാള എടുത്ത് ചെറുതായി കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതെടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചോപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ ഉണ്ടാകും. പിന്നീട് 6 വെളുത്തുള്ളി കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മൾ തോരനൊക്കെ എടുക്കുന്ന ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ തേങ്ങയിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ചെറിയുള്ളി ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ അതിൽ ഒരു 8 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ഈ സവാളയ്ക്ക് പകരമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാമെങ്കിലും തേങ്ങയുടെ മുകളിൽ നിന്ന് ഇത് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടുന്ന കണക്കിന് വേണം വെള്ളം ചേർക്കാൻ. ഇവിടെ ഞാൻ 1.25 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് നല്ല ഹൈ സ്പീഡിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ അരച്ചെടുത്ത അരപ്പാണ് കേട്ടോ ഇത്. ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരപ്പൊക്കെ അരച്ച് കഴിഞ്ഞ് എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ 3 വിസിലെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം പ്രഷറെല്ലാം പോയി കഴിഞ്ഞ് ഞാനിപ്പോൾ അതിൻ്റെ അടപ്പ് തുറന്നു കഴിഞ്ഞു. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നമുക്ക് ആവശ്യത്തിനുള്ള ഒരു തിക്നെസ്സിനായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ പരിപ്പ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ കുക്കർ തുറക്കുമ്പോൾ കുറച്ച് വെള്ളം അധികമായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ച് ഇതേപോലെ ആക്കിയെടുക്കണം. ഇനി ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഈ പരിപ്പ് വേവിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്യാണ്ട് ഈ പരിപ്പിൻ്റെ കൂട്ടത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത ശേഷം നമുക്ക് മിക്സി ജാറ് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വരും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ 5 മിനിറ്റിനും 7 മിനിറ്റിനും ഇടയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു തിക്നെസ്സും കിട്ടും. ഇതിൻ്റെ പച്ചമണം ആവശ്യത്തിന് മാറിക്കിട്ടുകയും ചെയ്യും. ഇനി ഇത് ഇവിടെ കിടന്ന് റെഡിയാകുന്ന സമയത്ത് നമുക്ക് പോയി കടുക് വറുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം.
ഇനി നമുക്ക് പരിപ്പിലേക്ക് അവസാനമായിട്ട് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള എടുത്ത് അത് വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു നല്ല പഴുത്ത തക്കാളി എടുത്ത് അതും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ സൂക്ഷിക്കണം കേട്ടോ. പിന്നീട് കുറച്ച് കടുകും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. വറ്റൽമുളക് ഇട്ടാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി അവസാനമായിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. നമ്മൾ മലയാളികൾക്ക് കറിവേപ്പില ഇല്ലാണ്ട് എന്ത് കറിയല്ലേ? അതുകൊണ്ട് നമുക്ക് കറിവേപ്പിലയും എടുക്കാം. നമ്മുടെ പരിപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് ബോയിലായി വന്നു കഴിഞ്ഞാൽ പരിപ്പ് റെഡിയായി കഴിയും കേട്ടോ. എനിക്കിത് ഇത്രയും തിക്നെസ്സായി എനിക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാള എണ്ണയിലിട്ട് നല്ല ബ്രൗൺ നിറം ആകും വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ സവാള നല്ല ബ്രൗൺ നിറമായിട്ട് നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അത് ആദ്യമേ പറയാനായിട്ട് വിട്ടുപോയി. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ കടുക് വറുക്കുന്നിടത്ത് തക്കാളിക്ക് എന്താണ് കാര്യമെന്ന്. പക്ഷേ തക്കാളിക്കാണ് ഇതിൽ കാര്യം. നമ്മുടെ തക്കാളിയുടെ നല്ല പുളിരസമെല്ലാം ചേർന്നിട്ട് പരിപ്പ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഈ എണ്ണയിൽ കിടന്ന് തക്കാളി നന്നായിട്ട് വാടി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നിങ്ങൾ കടുക് വറുക്കുമ്പോൾ വറ്റൽമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ടതിന് ശേഷം വേണം ഈ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ തക്കാളിയൊക്കെ ഈ എണ്ണയിൽ കിടന്ന് നല്ല രീതിയിൽ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിത് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇത് അതിലേക്ക് ഒഴിച്ച ശേഷം ഒന്ന് സ്പൂണിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പികളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. താങ്ക്